ഇവരാണ് ജോൺ ബി വാട്സൺ. 1920 വെറും 8 മാസം മാത്രം പ്രായമുള്ള കുട്ടിയെ വെച്ച് സൈക്കോളജിയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു ഡാർക്കസ്റ്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. ഈ 8 മാസം മാത്രം പ്രായമുള്ള കുട്ടിക്ക് അവർ നൽകിയ പേര് ആൽബർട്ട് എന്നാണ്. ഈ കുട്ടിയെ ഒരു റൂമിലിരുത്തി പല തരത്തിലുള്ള വസ്തുക്കളെ കാണിക്കുന്നു. ഒരു റാബിറ്റിനെ, ഡോഗിനെ, മങ്കിയെ കൂടെ കാണിക്കുന്നു. ഇതിനെ ഒന്നും കണ്ടിട്ട് ആൽബർട്ട് പേടിക്കുന്നില്ല. അതിനുശേഷം ഒരു ന്യൂസ് പേപ്പർ എരിച്ച് കാണിക്കുന്നു. ഒരു ഹ്യൂമൻ മാസ്ക് ഇട്ട് വന്ന് അവനെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അവൻ പേടിക്കുന്നേ. പിന്നീട് ഒരു വൈറ്റ് കളർ മൗസ് അവനെ കാണിക്കുമ്പോൾ അതിനെ കണ്ടും അവൻ ഭയപ്പെടുന്നില്ല. പക്ഷേ ആൽബർട്ട് എപ്പോഴൊക്കെ ആ മൗസിനെ തൊടാൻ ശ്രമിക്കുന്നോ അപ്പോഴൊക്കെ സയന്റിസ്റ്റ് ഒരു വലിയ മെറ്റൽ റോഡിൽ ഹാമർ വെച്ച് അടിച്ച് ഒരു ഭയങ്കര ഭയാനകമായ ശബ്ദം ഉണ്ടാക്കുകയാണ്. ഈ സൗണ്ട് കേട്ട് ആൽബർട്ട് പേടിച്ച് കരയാൻ തുടങ്ങി. പിന്നീട് ഓരോ വട്ടം ആൽബർട്ട് ആ മൗസിനെ തൊടാൻ ശ്രമിക്കുമ്പോഴും സയന്റിസ്റ്റ് ആ ശബ്ദം ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിനുശേഷം ആൽബർട്ട് ആ വൈറ്റ് കളർ മൗസിനെ കണ്ടാലേ പേടിച്ച് കരയാൻ തുടങ്ങി. പക്ഷേ ഇതിലെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ വൈറ്റ് കളർ മൗസിനെ കണ്ട് കരയാൻ തുടങ്ങിയ ആൽബർട്ട് പിന്നീട് വൈറ്റ് കളറിൽ എന്ത് കണ്ടാലും പേടിച്ച് കരയാൻ തുടങ്ങി. ഈവൻ വൈറ്റ് കളറിൽ ഒരു ഡോഗ്, ഇല്ലെങ്കിൽ ഒരു റാബിറ്റ്, ഈവൻ സാന്റാക്ലോസിൻ്റെ താടി അത് കണ്ടുകൂടെ അവൻ കരയാൻ തുടങ്ങി. ഇതിൽ ഏറ്റവും മോശമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആൽബർട്ടിനെ വെച്ച് ഇത്തരം ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത് അവൻ്റെ പാരൻസിന് അറിയില്ല. ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് കുട്ടിയെ കൂട്ടിയിട്ട് കൊണ്ടുവന്നത്. ഇത് മാത്രമല്ല ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ്. എല്ലാ എത്തിക്സിനെയും വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് നടത്തുന്നത്. ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് നമ്മൾ മനുഷ്യർ ജനിക്കുമ്പോൾ ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ആയിട്ടാണ് ജനിക്കുന്നതെന്നും നമ്മുടെ ഭയം പോലുള്ള വികാരങ്ങളെ കണ്ടീഷൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണെന്നും കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഈ എക്സ്പെരിമെന്റിലൂടെ ആൽബർട്ടിൽ അവർ കണ്ടീഷൻ ചെയ്തെടുത്ത ഭയത്തെ വാട്സന് ഇല്ലാതാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. ഇല്ലാതാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതിലുപരി അവർ അതിന് ശ്രമിച്ചിരുന്നില്ല എന്നതാണ് സത്യം. പിന്നീട് അവൻ ആ ഭയം തുടർന്നോ, അവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ അവൻ എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല.